1857 ജനിച്ച് വളരെ പരിമിതമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന മിൽട്ടൺ ഹെർഷീസ് തന്റെ 19ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ ഒരു മിഠായിക്കട തുടങ്ങിയത് പരാജയപ്പെട്ടതിന് ശേഷം മറ്റു 2 കടകൾ ചിക്കാഗോയിലും ന്യൂയോർക്കിനുമായി തുടങ്ങിയതും പരാജയം രുചിക്കുകയാണുണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം 10 വർഷങ്ങൾക്ക് ശേഷം 1886 അദ്ദേഹം ലാൻകാസ്റ്ററിലേക്ക് തിരിച്ചു വരികയും ലാൻകാസ്റ്റർ കരാമൽ കമ്പനി തുടങ്ങി വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അന്ന് അവർ അദ്ദേഹത്തിന്റെ ചോക്ലേറ്റിൽ ഫ്രഷ് മിൽക്ക് ഉപയോഗിച്ചത് അവർക്ക് അവിടെ വലിയ റെപ്യൂട്ടേഷൻ ആണ് കിട്ടിയത്. 1893 ചിക്കാഗോയിൽ ഒരു വേൾഡ് എക്സ്പോയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അവിടെ കണ്ട ചോക്ലേറ്റ് മേക്കിംഗ് മെഷീനിൽ അദ്ദേഹം ആകർഷണമാവുകയും അതിന്റെ സാധ്യതകൾ മുൻകൂട്ടി കാണുകയും ചെയ്ത ഹെർഷീസ് 1900 തന്റെ ലാൻകാസ്റ്റർ കരാമൽ കമ്പനി $1 മില്യൺ വിൽക്കുകയും തന്റെ ജന്മനാട്ടിൽ ധാരാളം ഫ്രഷ് മിൽക്ക് കിട്ടുന്നിടത്ത് ഒരു മോഡേൺ ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങിയത് ഒരു ഐക്കണിക് ചോക്ലേറ്റ് ബാർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ആ ഒരു തീരുമാനം ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളഞ്ഞു. അദ്ദേഹം അവിടെ മോഡേൺ ടൗൺഷിപ്പ് നിർമ്മിക്കുകയും അവരുടെ തൊഴിലാളികൾക്ക് വേണ്ട ഹൗസിംഗ്, സ്കൂൾ, റോഡ്, പാർക്ക് മുതലായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുകയാണ് ഉണ്ടായത്. മാത്രമല്ല ബിസിനസിന് അപ്പുറത്തേക്ക് അവരുടെ കാരണം നമുക്ക് കാണാനായത് അദ്ദേഹം ഭാര്യ കാത്രീനും പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിനും പരിപാലനത്തിനും വേണ്ടി തുടങ്ങിയ മിൽട്ടൺ ഹെർഷീസ് സ്കൂളിലൂടെയാണ്. അതിനുവേണ്ടി മുഴുവൻ ഫണ്ടിങ്ങും നടത്തി 1000-ൽ പരം നല്ല വിദ്യാർത്ഥികളെ സമൂഹത്തിന് നൽകി അദ്ദേഹം മാതൃക കാണിച്ചു. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ ആർമിക്ക് വേണ്ട ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചതിന് ഒരുപാട് അവാർഡുകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് ഹെർഷീസ് കമ്പനി കോൺഫെക്ഷണറി ഇൻഡസ്ട്രിയിൽ ഒരു ഗ്ലോബൽ ലീഡറും വാർഷിക വിറ്റുവരവ് എന്നത് 1150 കോടി രൂപയുമാണ്. കേരളത്തിൽ നിന്നും ലോകോത്തര ബ്രാൻഡായി തങ്ങളുടെ ബിസിനസ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ബിസിനസ്സുകളും കൂടുതൽ വ്യവസായം ചെയ്യുന്ന ഫാമിലികളും ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളുടെ ബിസിനസ് മോഡലുകളാണ്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും 100-200 വർഷങ്ങൾക്ക് മുമ്പ് അവർ ബിസിനസ്സിൽ സോൾവ് ചെയ്തതായി കാണാം. നമുക്കറിയാം ഇന്ന് നാട്ടിൽ ഹ്യൂജ് റിസോഴ്സസ് എന്നത് കുറഞ്ഞു വരുന്നു. എല്ലായിടത്തും പരക്കെ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാനുള്ള ഫണ്ടിന്റെ കമ്മി, കഴിവുള്ള തൊഴിലാളികളെ നല്ല വേതനം കൊടുത്ത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇതിനെല്ലാം ഉള്ള പരിഹാരം എന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ്, ക്വാളിറ്റി പ്രൈസ്, ക്വാളിറ്റി കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്നതാണ്.